ഇതിനു വേണ്ടിയിട്ടാണ് ഈ സമരം എന്നുള്ളത് തീർച്ചയായും പരിശോധിക്കേണ്ടതാണ്. ഈ ആലപ്പാട്ട് എനിക്ക് സുനാമി ദുരന്തം വന്നപ്പോൾ വലിയ തരത്തിൽ നാശനഷ്ടം വന്നിട്ടുള്ള പ്രദേശമാണ് ആലപ്പാട്ട്. ആ സുനാമിയുടെ ദുരന്തത്തിൻ്റെ ഭാഗമായിട്ട് കടലടിച്ചു കൊണ്ടുപോയി എന്ന് പറയുന്നതല്ലാതെ ഈ മൈനിങ്ങിൻ്റെ ഫലമായിട്ട് അവിടെ ഒന്നും സംഭവിച്ചതായി എനിക്ക് തോന്നുന്നില്ല. ഇന്ന് മാത്രമല്ല, മൈനിങ്ങിൻ്റെ ഒരു സിസ്റ്റം തന്നെ വളരെ കേന്ദ്ര ഗവൺമെൻറ് അതുപോലെ മൈനിങ് നിയമങ്ങളൊക്കെ വളരെ കർശനമാണ്. അത് വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ച് നടത്തുന്നതാണ്. അത് സ്ഥാപനത്തിൻ്റെയും അതുപോലെ തന്നെ ഗവൺമെൻറ്റെയും ഒക്കെ വളരെ സ്ട്രിക്റ്റായിട്ടുള്ള നടപടികൾക്ക് വിധേയമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മുമ്പ് പറഞ്ഞു കേട്ടിരുന്നത് ഈ നമ്മുടെ ഈ കരിമണൽ സ്വകാര്യമായി ശേഖരിച്ച് അവിടുന്ന് ചില സ്വകാര്യ ഈ കരിമണൽ കടത്തുകാരുണ്ട് തമിഴ്നാട്ടിലും മറ്റുള്ള, ഇവിടെ നിന്ന് ഈ കടൽ വഴിയും മറ്റും ഈ കരിമണൽ കടത്തിക്കൊണ്ടു പോകുന്നുണ്ടെന്നുള്ളത് കേട്ടിരുന്നു. ഇത് തീർച്ചയായും ഈ മലപ്പുറത്തുകാരും അവിടെയും ഇവിടെയുള്ളവരുടെ എല്ലാം പേര് കേൾക്കുമ്പോൾ അവരൊക്കെ വന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്ന കാണുമ്പോൾ ഇതെന്താണെന്നുള്ള കാര്യം തീർച്ചയായും പരിശോധിക്കേണ്ടതാണ്. അതുകൊണ്ട് അത്തരത്തിൽ കേരളത്തിൻ്റെ സ്വത്ത് രാത്രി കാലങ്ങളിലൊക്കെ വന്ന് ഇവിടുന്ന് കടത്തിക്കൊണ്ടു പോവുക, ഇവിടെ ഗവൺമെൻറ് അത് മൈനിങ് നടത്താൻ വേണ്ടി പോകുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുക, അതിനെതിരായിട്ട് അനാവശ്യമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക, ഇങ്ങനെയൊക്കെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംരക്ഷിക്കാൻ നിൽക്കുന്നവരാണ് ഞങ്ങൾ. പക്ഷേ ജനങ്ങളെ മറന്നിട്ട് ഇത്തരം സംരക്ഷണം എങ്ങനെയാണ് സാധ്യമാകുന്നത്? അവിടെ ഭൂമി നഷ്ടപ്പെടുന്നു, ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. അതാണ് അവരുടെ ജനുവിനായിട്ടുള്ള പരാതി. അതിനെ സംബന്ധിച്ച് നിയമസഭാ കമ്മിറ്റിയൊക്കെ ചില റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുണ്ട്. അത് പരിശോധിച്ച് പ്രശ്നങ്ങൾക്ക് ന്യായമായ പരിഹാരമുണ്ടാകണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണെന്ന് മന്ത്രി പി ജയരാജൻ കേരളത്തോട് പറഞ്ഞത്. ഒന്ന്, മണൽ കടത്തുകാരായി മലപ്പുറത്തുകാരാണുള്ളത്. അവർ തന്നെയാണ് മണൽ കടത്തുന്നത്, അവർ തന്നെയാണ് സമരക്കാരോടൊപ്പം ഉള്ളത്. ഖനനം നിർത്തിയാൽ പിന്നെ ഖനനം തുടങ്ങാനാവില്ല. ആലപ്പാട് തീരത്ത് നിന്ന് കരിമണൽ കടത്തുന്നവർക്ക് വേണ്ടിയാണോ സമരം തുടങ്ങിയതെന്ന് സംശയമുണ്ടെന്നും മന്ത്രി പറയുന്നു. ഒരു നാട് ഭൂപടത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു എന്ന പരാതിക്കുള്ള മറുപടിയാണോ മന്ത്രിയുടേത്? എന്ത് പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഖനനം നിർത്തിവെക്കേണ്ടതില്ലെന്ന നിഗമനത്തിൽ എത്തിയത്? ഈ വിഷയങ്ങളാണ് ഇന്ന് സ്പെഷ്യൽ എഡിഷൻ പരിശോധിക്കുന്നത്. നമ്മോടൊപ്പം അതിഥികളായി പി ചിത്തരഞ്ജൻ CPM നേതാവ്, M ലിജു കോൺഗ്രസ് നേതാവ്, CR നീലകണ്ഠൻ പരിസ്ഥിതി പ്രവർത്തകൻ, സമരസമിതി നേതാവ് KC ശ്രീകുമാർ എന്നിവർ ചേരും. വളരെ പെട്ടെന്ന് അതിഥികളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. എന്തുകൊണ്ടാണ് ആലപ്പാട്ട് വളരെ പെട്ടെന്ന് ഈ സമരം പൊട്ടിപ്പുറപ്പെട്ടത്? അതിൻ്റെ കാരണം എന്താണ് എന്നാണ് ആദ്യം പരിശോധിക്കുന്നത്. ആദ്യം സമരസമിതി, കരിമണൽ ഖനന വിരുദ്ധ സമരസമിതി നേതാവ് KC ശ്രീകുമാറിലേക്ക് പോകുന്നു. KC ശ്രീകുമാർ, ഈ കരിമണൽ ഖനനത്തിനെതിരായ സമരം ഈ ആലപ്പുഴ തീരത്ത്, കൊല്ലം ജില്ലയിലും ആലപ്പുഴയിലും എല്ലാം മുൻപും നടന്നിട്ടുണ്ട്. സ്വകാര്യ മേഖലയ്ക്ക് ഖനനാനുമതി നൽകാനുള്ള കോടതി ഉത്തരവിനെ തുടർന്നും ഇത്തരത്തിലുള്ള സമരം ജനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആറാട്ടുപുഴ തീരത്തെ ഖനനത്തിനെതിരെ സമരമുണ്ടായിട്ടുണ്ട്. പക്ഷേ വളരെ പെട്ടെന്ന് സോഷ്യൽ മീഡിയ വഴി, സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഈ പറയുന്ന ഖനനവിരുദ്ധ സമരത്തിന് വളരെ പെട്ടെന്നൊരു മൊമെൻറ്റം ലഭിക്കുന്നു. ഇതിന് പിന്നിൽ മറ്റെന്തൊക്കെയോ സംശയങ്ങൾ തന്നെ ഭരണകൂടം ഉന്നയിക്കുകയും ചെയ്യുന്നു. വളരെ പെട്ടെന്ന് ഈ സമരം പുറപ്പെടാനുണ്ടായ കാരണം എന്താണ് ശ്രീകുമാർ? .5 ചതുരശ്ര കിലോമീറ്റർ ഭൂമി 1955 ലിത്തോ മാപ്പിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. എന്നു മാത്രമല്ല, ധാരാളം പേരുടെ കയ്യിൽ കടൽ ചൂണ്ടിക്കാണിച്ചിട്ട് അവിടെയാണ് ഞങ്ങളുടെ ഭൂമി എന്ന് പറയുന്ന അവസ്ഥ ആ നാട്ടിലുണ്ട്. ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയുടെ ആധാരം കയ്യിൽ സൂക്ഷിക്കുന്നവരാണ് ആലപ്പാട്ടെ ജനത. ഇന്നത് 7.6 ചതുരശ്ര കിലോമീറ്ററായി ചുരുങ്ങിയിരിക്കുന്നു. കുടിവെള്ള സ്രോതസ്സുകൾ, പാടങ്ങൾ. ശ്രീകുമാർ, ഒരു സംശയം ചോദിക്കട്ടെ, ഒരു സംശയം ഇടയ്ക്കൊരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ്. ശ്രീകുമാർ, ഈ 7.6 ചതുരശ്ര കിലോമീറ്റർ എന്നുള്ള കണക്ക് നിങ്ങൾ പുതിയ സർവേയുടെ കണക്കനുസരിച്ച് പറയുന്നതാണോ? 1. 2, ഈ ജനങ്ങൾ ആധാരം കയ്യിലുണ്ടെങ്കിലും കരിമണൽ ഖനനത്തിനായി IRക്ക് വിട്ടുകൊടുത്ത ഭൂമിയും ഉൾപ്പെടെയാണോ നിങ്ങൾ ഈ പറയുന്നത്?
ഞങ്ങൾ പറയുന്നത് ആലപ്പാടുണ്ടായിരുന്ന ഭൂമിയുടെ കണക്കാണ്. ഈ ഏറ്റവും അവസാനത്തെ കണക്കാണ് 7.6 ചതുരശ്ര കിലോമീറ്റർ ഭൂമി. 2015 LSDയുടെ കണക്കിലുണ്ടായിരുന്നതാണ് 7.6 ചതുരശ്ര കിലോമീറ്റർ. ഈ ഭൂമി ചുരുങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പാടങ്ങളാണെങ്കിലും കുടിവെള്ള സ്രോതസ്സുകളാണെങ്കിലും മറ്റ് കാർഷിക മേഖലയിലുണ്ടായിരുന്ന നഷ്ടങ്ങളാണെങ്കിലും വളരെ വലുതാണ്. ഇതിനെല്ലാം ശേഷം ഇപ്പോൾ ഈ ഭൂമി എന്ന് പറയുന്നത് വെറും വരമ്പ് പോലെയായി മാറിക്കഴിഞ്ഞു. 200 മീറ്റർ, 300 മീറ്റർ, 35 മീറ്റർ, അങ്ങനെയാണ് ഇപ്പോഴത്തെ ഭൂമിയുടെ അവസ്ഥയെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇനിയും ഖനനം തുടർന്നാൽ അത് പൊതുമേഖലയായിരുന്നാലും സ്വകാര്യ മേഖലയായിരുന്നാലും ശാസ്ത്രീയമായിരുന്നാലും അശാസ്ത്രീയമായിരുന്നാലും അത് ദേശീയ ജലപാത കടലായി മാറുന്ന സ്ഥിതിയിലേക്ക് കൊണ്ടെത്തിക്കും. അയ്യാറിൽ നിന്ന് ഖനനം ചെയ്യുന്ന ഭൂമിയിൽ സമരം തുടങ്ങിയതിന് ശേഷം അവർ ഖനനം ചെയ്യുന്ന ഭൂമി യഥാർത്ഥത്തിൽ പാരിസ്ഥിതിക അനുമതി ലഭിച്ച ഭൂമിയല്ല. അവർ പാരിസ്ഥിതിക അനുമതിക്കായിട്ട് അപേക്ഷ സമർപ്പിച്ച് പബ്ലിക് ഹിയറിംഗ് 2018 ഏപ്രിലും മെയിലുമായിട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിന് അനുമതി ലഭിച്ചിട്ടില്ല. ആ ഭൂമിയിലാണ് ഇപ്പോഴയ്യാറി ഖനനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും വസ്തുതകൾക്ക് നിരക്കാത്ത പ്രസ്താവനയാണ് മന്ത്രി നടത്തിയത്. എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട്, എന്തൊക്കെ നിയമങ്ങളുണ്ടോ മൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഈ മുഴുവൻ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഖനനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ആ പ്രദേശം വന്ന് സന്ദർശിച്ചാൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. ശരി ശ്രീകുമാർ, ഒരു കാര്യം കൂടി. ഇന്ന് മന്ത്രി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഈ സമരക്കാരോടൊപ്പം മറ്റ് പ്രദേശങ്ങളിലുള്ളവരുണ്ട്. പല ചാനൽ ചർച്ചകളിലും മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവരെ കണ്ടിരുന്നു. അവർ രാത്രികാലങ്ങളിൽ ഈ കടൽ തീരത്ത് നിന്ന് കരിമണൽ കടത്തുന്നുണ്ട് എന്ന വിവരവും ലഭിച്ചിട്ടുണ്ട് എന്ന് മന്ത്രി പറയുകയുണ്ടായി. അതിൽ വല്ല വാസ്തവമുണ്ടോ? നിങ്ങളോടൊപ്പം ഇതര ജില്ലക്കാരായ സമരക്കാരുണ്ടോ? അങ്ങനെ അവരാണോ സമരം ചെയ്യുന്നത്? ഞങ്ങളോടൊപ്പം ഇപ്പോൾ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ചെറുപ്പക്കാർ ക്യാമ്പസുകളിൽ നിന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. അത് സമരത്തിൻ്റെ ആ ഒരു അവസ്ഥയാണ്. കാരണം ഞങ്ങൾ ഈ സമരം തുടങ്ങുന്നതിനുള്ള കാരണമെന്ന് പറയുന്നത് ഈ പുതിയ ഖനനം നടത്തുന്നതിന് വേണ്ടി പുതിയ മേഖലയിലേക്ക് ഖനനം വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അയ്യാറി കേന്ദ്ര വനംപരിസ്ഥിതി മന്ത്രാലയത്തിന് കൊടുത്ത അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ നടന്ന പബ്ലിക് ഹിയറിങ്ങിൽ ഞങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾ, ജനങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾ കൃത്യമായി രേഖപ്പെടുത്താതെ ADM-ഉം കളക്ടറും അതുപോലെ തന്നെ മലിനീകരണ നിയന്ത്രണ ബോർഡും തെറ്റായി മിനിറ്റ്സിൽ രേഖപ്പെടുത്തുകയും ഞങ്ങളുടെ അഭിപ്രായങ്ങൾ അവഗണിക്കുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ഹിയറിംഗ് ആണെങ്കിൽ ജനങ്ങളെ കേൾക്കാതെ തന്നെ ഹിയറിംഗ് പിരിച്ചു വിട്ടായിട്ട് ADM അറിയിച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാതെയും അത് രേഖപ്പെടുത്താതെയും തികച്ചും നിയമവിരുദ്ധമായ മുന്നോട്ടുള്ള പോക്കാണ് ഇത്തരമൊരു മൂവ്മെൻറ്റിലേക്ക് പോകാൻ അവിടുത്തെ ആ ജനതയെ പ്രേരിപ്പിച്ചത്. ഇതിനെല്ലാം ഉപരിയായിട്ട് സുനാമി അന്ന് അടിച്ചപ്പോഴുള്ള സ്ഥിതിയുമല്ല, അതിനേക്കാൾ മോശമാണ് ഇന്നുള്ള സ്ഥിതി. സുനാമിയുടെ ആഘാതം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറൻ തീരത്തുണ്ടാകുന്നത് ആദ്യം അനുഭവപ്പെടുന്ന മണവാളക്കുറിച്ചിയുടെ തീരപ്രദേശത്താണ്. മണവാളക്കുറിച്ചിയുടെ ചിന്നവള, അതുപോലെ തന്നെ കോടിമന, കുറുമ്പന തുടങ്ങിയ പ്രദേശങ്ങളിൽ അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങളുണ്ടായത് ഈ ആലപ്പാടിൻ്റെ തീരത്താണ്. അപ്പോൾ ഇത് രണ്ടും ഖനന മേഖലയാണ്. ഈ ഖനന മേഖലയിൽ ഈ വിഷയം ഇങ്ങനെ ഉണ്ടായത് യഥാർത്ഥത്തിൽ അവിടുത്തെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഭൂമിയുടെ ഉയരം കുറഞ്ഞതുകൊണ്ടാണ് ആഘാതം കൂടുതലായിട്ടുണ്ടായത്. അപ്പോൾ ഇത് ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ ഈ ഭൂമി പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ട് ഇവിടെ കടലായി മാറിക്കഴിഞ്ഞാൽ, ദേശീയ ജലപാത കടലായി മാറിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ മറ്റൊരു മേഖല കൂടെ കടൽ വെള്ളത്തിനടിയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ കായലിന് കിഴക്ക് ഭാഗത്തുള്ള ഓണാട്ടുകരയും കുട്ടനാടും എന്ന് പറയുന്ന സമുദ്രനിരപ്പിനേക്കാൾ താഴ്ന്ന പ്രദേശം കടൽ വെള്ളത്തിനടിയിലേക്ക് പോവുകയാണ്. ഇത് കേവലം ആലപ്പാടിൻ്റെയോ ആറാട്ടുപുഴയുടെ മാത്രം പ്രശ്നമല്ല. ഇത് മധ്യ തിരുവിതാംകൂറിലേക്ക് ഉപ്പുവെള്ളം ഒഴുകി കയറുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ സുനാമി പുനരധിവാസത്തിൻ്റെ ഭാഗമായി കിഴക്കോട്ട് മാറ്റിപ്പാർപ്പിച്ചവരും ഇവിടെ താമസിക്കുന്നവരും ഉൾപ്പെടെയുള്ള മുഴുവൻ ജനങ്ങളും ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരും. മടങ്ങി വരാം താങ്കളെ. ശ്രീ പി ചിത്തരഞ്ജൻ, താങ്കൾ ആലപ്പുഴ ജില്ലക്കാരനാണല്ലോ. ഈ പ്രദേശവും ഉൾപ്പെടെ കൊല്ലം, ആലപ്പാട് പ്രദേശമെല്ലാം താങ്കൾക്ക് അറിയുന്നതുമായിരിക്കും. പക്ഷേ ഇന്ന് മന്ത്രി ഇ.പി. ജയരാജൻ പറഞ്ഞ കാര്യങ്ങൾ പലതും വസ്തുതാവിരുദ്ധമാണ് എന്ന് തന്നെയാണ് കെ സി ശ്രീകുമാർ ചൂണ്ടിക്കാട്ടുന്നത്. ഒന്ന്, സുനാമി അടിച്ചതുകൊണ്ടാണ് ആലപ്പാട് പഞ്ചായത്തിൽ കടൽ കയറിയത്,
അവിടെ കടൽ കയറി കരഭൂമി ഇല്ലാതായത് എന്നാണ് ഇന്ന് മന്ത്രി പറഞ്ഞത്. പക്ഷേ ലോക്കൽ സെൽഫ് ഗവേണൻസിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് കെ സി ശ്രീകുമാർ പറയുന്നത് 10 ഇരട്ടിയോളം ഭൂമിയാണ് കടൽ കയറി നഷ്ടമായത്. നമുക്കറിയാം ഈ കായംകുളം പൊഴി, അതായത് കായലിനും കടലിനും ഇടയിലുള്ള വളരെ ചെറിയൊരു മണൽ തുരുത്താണ് ഈ പറയുന്ന ആലപ്പാട് പഞ്ചായത്ത് എന്ന്. അതിൻ്റെ ആകാശ ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാകും, മാധ്യമങ്ങൾ പകർത്തിയ ദൃശ്യങ്ങളിൽ നമുക്കത് മനസ്സിലാകും. എന്ത് പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സമരക്കാരുടെ ആവശ്യത്തോട് ഇന്ന് വ്യവസായ മന്ത്രി പ്രതികരിച്ചത്? യഥാർത്ഥത്തിൽ ഈ ഭീതിജനകമായ ഒരു വിവരണം നൽകി അടിസ്ഥാനപരവും യാഥാർത്ഥ്യവുമുള്ള വിഷയങ്ങൾ മറച്ചു വെക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സമരസമിതിയുടെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സോഷ്യൽ മീഡിയ, ആ സോഷ്യൽ മീഡിയയിലൂടെ ഏറ്റെടുത്ത യഥാർത്ഥത്തിൽ അങ്ങനെ വന്നിരിക്കുന്നൊരു സമരമാണ് ആലപ്പാട് സമരം. കാരണം ഈ സമരത്തിന് ആ പ്രദേശത്തെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ സമുദായ സംഘടനകളോ ഒരു പ്രസ്ഥാനവും ആ സമരവുമായി ബന്ധപ്പെട്ടില്ലല്ലോ. ഇവരൊന്നും ജനങ്ങളോട് ഉത്തരവാദിത്വവും ബാധ്യതയില്ലാത്തവരാണോ? ഞാൻ ചോദിക്കട്ടെ, അടിസ്ഥാന പ്രശ്നം എന്താ? അദ്ദേഹം ഇവിടെ കുറേ ചതുരശ്ര കിലോമീറ്റർ പറഞ്ഞല്ലോ. ഞാൻ ഈ ആലപ്പാടൊക്കെ നിരന്തരം പോയി വരാൻ കഴിയുന്ന ഒരാളാണ്, പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇതിൻ്റെ കരയുടെ നീളം എത്രയാണ്? 16.5 കിലോമീറ്ററാണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. ഈ 16.5 കിലോമീറ്ററിൽ 16 കിലോമീറ്ററിനടുത്ത് കടൽഭിത്തിയുണ്ട്. ബാക്കി 1/2 കിലോമീറ്ററാണ് കടൽഭിത്തി ഇല്ലാത്ത പ്രദേശം. ഈ കടൽഭിത്തി ഇപ്പോൾ ഉള്ള സ്ഥലത്തിൻ്റെ പടിഞ്ഞാറ് വശം സ്ഥലമുണ്ട് എന്ന് പറയുന്നത് തീരദേശത്ത് നിരവധി സ്ഥലങ്ങളിലുണ്ട്. ഇപ്പം ഞാനൊക്കെ താമസിക്കുന്ന ആലപ്പുഴയുടെ തീരദേശത്ത് ഞങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ പൂർവികന്മാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഈ നമ്മുടെ നോക്കത്താ ദൂരത്ത് അവിടെ ഇന്നതുണ്ടായിരുന്നു പണ്ട് എന്ന്. അതെല്ലാം കടലാക്രമണവും ഓരോ കാലഘട്ടത്തിൽ അതെല്ലാം കൊണ്ടുപോവുകയും അതിനുശേഷം ഒരു യഥാർത്ഥത്തിൽ ഭൂമിയുടെ അളവായി എടുക്കുന്നത് ഈ കടൽഭിത്തി മുതലാണ്. ആ കടൽഭിത്തി നിങ്ങൾ ചെന്ന് ആർക്ക് നോക്കിയാലും കാണാൻ കഴിയും. 16 കിലോമീറ്റർ ആലപ്പാട് കടൽഭിത്തിയുണ്ട്. ബാക്കി 1/2 കിലോമീറ്റർ സ്ഥലത്താണ് യഥാർത്ഥത്തിൽ ഈ ഖനനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഖനനം അവിടുത്തെ ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല എന്ന ഒരു അഭിപ്രായവും എനിക്കില്ല. ഈ ഖനനം അവിടുത്തെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ആ ബുദ്ധിമുട്ട് പരിഹരിക്കുക എന്നുള്ളതിന് എന്തെല്ലാം ചെയ്യണം, അതാണ് ഗവൺമെൻറ്റിൻ്റെ മുമ്പിലുള്ള കരണീയമായ മാർഗം. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഒരിക്കൽ പോലും ജനങ്ങളുടെ വികാരത്തിനെതിരായ ഒരു നിലപാട് സ്വീകരിക്കുന്ന ഗവൺമെൻറ് അല്ല. പരിസ്ഥിതി അടക്കമുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ വ്യത്യസ്തതകളൊക്കെ ഉണ്ടാകാം കാഴ്ചപ്പാടുകൾക്ക്. പക്ഷേ ജനതയെ മുഴുവൻ അടിച്ചമർത്തിക്കൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് ഇത് വരുന്നില്ല. നിങ്ങളിത് മനസ്സിലാക്കേണ്ടത്, ഈ ഖനനം 74 വർഷത്തിന് മുമ്പ് സ്വകാര്യ മേഖലയിലായിരുന്നു. 1963-ലാണ് IRE രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. 1980 കൂടിയാണ് KMML വരുന്നത്. KMML സംസ്ഥാനത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനം, IRE കേന്ദ്ര ഗവൺമെൻറ് പൊതുമേഖലാ സ്ഥാപനം. ഈ 63 ശേഷമുള്ള ഈ 55 വർഷക്കാലത്തിനുള്ളിൽ എങ്ങനെയാണ് അവിടെ ഖനനം നടന്നു വരുന്നത്? ഈ ഖനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാദേശിക ജനങ്ങളും കമ്പനിയുമായിട്ടുള്ള എഗ്രിമെൻറ്റുകൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് ഈ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ ഒരു വസ്തുനിഷ്ഠമായ പരിശോധനയ്ക്കെല്ലാം വിധേയമാക്കേണ്ടതാണ്. ആ പ്രദേശത്ത് 2000-ഓളം വരുന്ന വീട്ടുകാർ, ഈ വീട്ടുകാർ IREയുമായി സമ്മതപത്രം ഒപ്പുവെച്ച് ഒരു സെൻറ്റിന് 55,000 രൂപ വീതം ലീസ് വാങ്ങി, അതോടൊപ്പം തന്നെ വീടിന് PWD നിശ്ചയിക്കുന്ന വില കൊടുത്ത്, ഫലവൃക്ഷാദികൾക്ക് അതുപോലെ തന്നെ വില നിശ്ചയിച്ച് ഈ കാശ് ലീസിന് എന്നുള്ള നിലയിൽ 3 വർഷക്കാലത്തേക്ക് അവരെടുക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഭൂമി തിരിച്ചു കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ എത്ര പ്രക്രിയയാണ് നടന്നു വരുന്നത്? ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രശ്നം എന്താ? നമ്മുടെ ധാതുസമ്പത്ത്, ആ ധാതുസമ്പത്ത് ഒരു ദേശീയ നഷ്ടമാക്കി മാറ്റണോ, അതിനെ ഫലപ്രദമായി വിനിയോഗിക്കണോ, നാടിൻ്റെ വികസനത്തിനും പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതിന് എങ്ങനെ ഇതിനെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും? ഈ കാര്യങ്ങളിൽ ജനങ്ങൾക്കിപ്പോൾ വന്നിട്ടുള്ള ബുദ്ധിമുട്ട് എങ്ങനെ പരിഹരിക്കണം? ഞങ്ങൾ വ്യക്തമായ നിർദ്ദേശമുണ്ട്. ഈ സീ വാഷ് എന്ന് പറയുന്ന സമ്പ്രദായം അവസാനിപ്പിക്കണം.
ഏതാണ്ട് ഖനനം നടത്തി മിനറൽ കിട്ടുന്നത് ഇവരുടെ കണക്ക് തന്നെ പറയുന്നത് 15% മുതൽ 20% വരെ കരിമണലെന്നാണ്. അങ്ങനെയാണെങ്കിൽ 100%-ത്തിൽ ബാക്കി വരുന്ന 80% അവിടെ തന്നെ നിക്ഷേപിക്കണം. ആ നിക്ഷേപിച്ചുകൊണ്ട് അവിടുത്തെ കടലെടുക്കാതിരിക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള ശാസ്ത്രീയമായ ഖനനമാർഗം സ്വീകരിക്കണം. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഇവിടെ ചർച്ചകളിൽ 2 ദിവസക്കാലമായി കേൾക്കാൻ കഴിയുന്നൊരു കാര്യം, ചവറയിലെ പുത്തൻതുരുത്ത് ഇന്നിപ്പോൾ അവിടുത്തെ ജനങ്ങൾ നിരാശരാണോ? അവിടുത്തെ ജനങ്ങൾ സന്തുഷ്ടരല്ലേ? എന്തുകൊണ്ട്? അവിടെ ഖനനം കഴിഞ്ഞതിന് ശേഷം ആ ഭൂമി അവർക്ക് തിരികെ ഏൽപ്പിക്കുകയും അവർക്കെല്ലാ അടിസ്ഥാന സൗകര്യങ്ങളോടും കൂടി, അതിനു മുമ്പ് ആ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതിരുന്ന ജനങ്ങൾക്ക് നല്ല വീടുകളും അതിനാവശ്യമായ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുമെല്ലാം വികസിപ്പിച്ചു കൊടുത്തു. എഗ്രിമെൻ്റ് അങ്ങനെയാണ്. ഇത്തരം കാര്യങ്ങളിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എടുക്കുന്ന നിലപാടിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി പറയണം. ഇവിടെ IRE നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ചില ധാരണകൾക്ക് വ്യത്യസ്തമായി ഈ സീവാഷിലടക്കം എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് തിരുത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ശരി, അത് അവർ ഉപേക്ഷിക്കണം. അവിടുത്തെ കര സംരക്ഷിക്കണം. വളരെ വിശദമായി കാര്യങ്ങൾ വിശദീകരിച്ചു. പക്ഷേ താങ്കളുടെ വിശദീകരണത്തിൽ ഇന്ന് മന്ത്രിയുടെ പ്രസ്താവനയിൽ അടക്കമുള്ള ചില ലൂപ്പ് ഹോൾസ് ഉണ്ട്, അത് ചൂണ്ടിക്കാട്ടാതെ നിവൃത്തിയില്ല. താങ്കൾ ആദ്യം പറഞ്ഞ കാര്യം, ഈ ആലപ്പാട് പ്രദേശത്തെ വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികൾ ആരും ഇക്കാര്യത്തിൽ രംഗത്തെത്തിയില്ലല്ലോ, ഇത് സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയുണ്ടായ ഒന്നാണല്ലോ ഈ സമരമെന്നാണ്. അതായത് ഈ സമരത്തിൻ്റെ കോസിനെ, സമരത്തിൻ്റെ ഒറിജിനെ നിങ്ങൾ സംശയത്തിന് നിഴലിൽ നിർത്തുന്നു. നമുക്കറിയാം സാമൂഹ്യ മാധ്യമം എന്ന് പറയുന്നത് വളരെ നിഷ്പക്ഷമായ നിർഗുണ പരബ്രഹ്മമല്ല. അതിൽ വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികളുടെ സൈബർ വാരിയേഴ്സാണ് ആ പൊതുമണ്ഡലത്തെ നിർണ്ണയിക്കുന്നതും നിശ്ചയിക്കുന്നതും അതിലെ അജണ്ട സെറ്റ് ചെയ്യുന്നതും. അതൊരു കാര്യം. അതല്ലാത്തവരുമുണ്ട്, കൃത്യമായ കക്ഷി രാഷ്ട്രീയ നിലപാടുകളില്ലാത്ത യുവാക്കളും അതിൽ ഇടപെടുന്നുണ്ട്. ശരിയാണ്. ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഞാൻ താങ്കളൊരു ദൃശ്യം കാണിക്കാം. ഇപ്പോൾ 2013 എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ട്രേഡ് യൂണിയനുകൾ ചേർന്ന് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തിയൊരു മാർച്ചിൻ്റെ ദൃശ്യമാണ്. താങ്കൾ കണ്ടിട്ട് വളരെ പെട്ടെന്ന് മടങ്ങി വരാം. പിണറായി വിജയൻ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന, ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ഇവിടെ വന്ന നമ്മുടെ മുഴുവൻ സമര സഖാക്കളും സുഹൃത്തുക്കളും, MLA ശ്രീ വി ശിവൻകുട്ടി, ശ്രീ INTUC നേതാവ് ശ്രീ സുരേഷ് ബാബു, പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. ശരി, പി ചിത്തരഞ്ജൻ, ഈ ദൃശ്യങ്ങളിൽ കേരളത്തിലെ ഒട്ടുമിക്ക മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളുടെയും നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട് ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ. ആ മാർച്ചിൽ പങ്കെടുത്ത ട്രേഡ് യൂണിയൻ പ്രവർത്തകരുടെ കൈകളിൽ കൊടിയുമുണ്ട്. ഇപ്പോൾ താങ്കൾക്ക് വ്യക്തമായി കാണും എന്തുകൊണ്ടാണ് ഖനനത്തിനെതിരെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ ഒരു നിലപാട് സ്വീകരിക്കാത്തതെന്നും മനസ്സിലാക്കി കാണും. കാരണം ഇവിടെ മാർച്ച് നടത്തുന്നത് പൊതുമേഖലാ ഖനനത്തിന് വേണ്ടിയല്ല, സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിക്ക് ഖനനാനുമതി നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ട്രേഡ് യൂണിയനുകൾ, ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ കരിമണൽ ഖനനത്തിൽ ഒരു അഭിപ്രായം പറയാൻ ഇവർക്ക് ധാർമ്മികമായ അർഹതയോ ബാധ്യതയോ ഇല്ല എന്ന് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ മലപ്പുറത്ത് നിന്നുള്ള മണൽ കടത്തുകാർ, അവർ രാത്രി കാലങ്ങളിൽ മണൽ കടത്തുന്നുണ്ട് എന്ന് തോന്നുന്നു, അങ്ങനെ കേട്ടിട്ടുണ്ട് എന്നൊക്കെയാണ് മന്ത്രി പറയുന്നത്. ഈ മണലിലുള്ളത് ആണവോർജത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ധാതുക്കളടക്കമുള്ള കരിമണലാണ് ഈ കരിമണലിലുള്ളത്. രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കാവുന്ന കരിമണൽ രാത്രികാലങ്ങളിൽ കടത്തുന്നുണ്ട് എന്ന് തോന്നുന്നു എന്ന് മന്ത്രി പി ജയരാജൻ പറയുന്നു. എന്നിട്ട് അതിൻ്റെ കുറ്റം മലപ്പുറം ജില്ലക്കാരായ ചിലരിലേക്ക് ചാർത്തുന്നു. എന്താണ് മന്ത്രി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അജിംസ്, 2 കാര്യം ഞാനത് ശ്രദ്ധപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, തിരുവനന്തപുരത്ത് നടന്ന 2013 സമരം. ആ 2013 സമരം ആയിരക്കണക്കിന് വരുന്ന തൊഴിലാളികളുടെ ജീവിതത്തെ തകർക്കുന്ന നിലപാടിനെതിരായി എല്ലാ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളും കൂടെ ചേർന്നുകൊണ്ട്, അത് മത്സ്യത്തൊഴിലാളി സംഘടനകളല്ല, ഈ വ്യവസായവുമായി ബന്ധപ്പെട്ട് പണിയെടുക്കുന്നവരുടെ എണ്ണം ചെറുതല്ല. ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള ഇത് കൊച്ചിയിലെ CMRFL എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടാണെന്നാണ് എൻ്റെ ഓർമ്മ. അത് ശരിയായിരുന്നു. ആ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ളത് കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അവരുടെ ട്രേഡ് യൂണിയൻ സംഘടനകളാണ്. എന്താ പ്രശ്നം? എന്താ? ഞാൻ ആരുടെയും പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. വലിയൊരു റാക്കറ്റ് തമിഴ്നാട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ കരിമണൽ വ്യവസായവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് വസ്തുതയുണ്ട്. നിങ്ങൾ അതിൻ്റെ ഉറവിടത്തെക്കുറിച്ച് അന്വേഷിക്കണം. ദയവ് ചെയ്ത് മാധ്യമപ്രതിനിധികൾ അത്തരമൊരു അന്വേഷണം കൂടെ നടത്തുവാൻ തയ്യാറാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ
ഈ വ്യവസായം കേരളത്തിൽ ഇവിടെ IREO KMML ആ സ്ഥാപനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് നമ്മുടെ ഈ കേരളത്തിൽ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത സാധനങ്ങൾ ലഭിക്കാതെ വന്നാൽ അതെല്ലാം കൊടുക്കാൻ തയ്യാറാകുന്ന നിലയിൽ ഇതിൻ്റെ കസ്റ്റോഡിയനായി മാറുവാൻ ആഗ്രഹിക്കുന്ന വൻ ലോബിയുണ്ട്. നിങ്ങളൊരു അന്വേഷണം നടത്തണം. ഈ പറഞ്ഞിട്ടുള്ള ഞാനിപ്പോൾ മലപ്പുറത്തുകാരുണ്ട്, അദ്ദേഹം മലപ്പുറത്തെന്ന് മാത്രമല്ല മലപ്പുറത്തിൻ്റെത് അടക്കമെന്ന് പറഞ്ഞു, മലപ്പുറവും മറ്റ് ചില സ്ഥലങ്ങളും എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു സ്ഥലം പറഞ്ഞു ശരിയാ, മന്ത്രിക്കാരെ സംബന്ധിച്ച് വിവരങ്ങളുണ്ടാകാം. പക്ഷേ മലപ്പുറമായാലും കാസർഗോഡായാലും കണ്ണൂരായാലും രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ധാതുമണൽ രാത്രികാലങ്ങളിൽ കടത്തുന്നുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ഈ സംസ്ഥാനം ഭരിക്കുന്ന വ്യവസായ വകുപ്പ് മന്ത്രി പറയുമ്പോൾ അത് തടയേണ്ട ബാധ്യത ആരുടേതാണ്? അതിൽ കുറ്റം പറയാൻ, അതിൽ കുറ്റപ്പെടുത്താൻ ഏതെങ്കിലും ഒരു പ്രത്യേക ജില്ലക്കാരെ ചൂണ്ടിക്കാട്ടുന്നു. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ CMRL എന്ന് പറയുന്ന കമ്പനിയിൽ എത്ര തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്? ആ തൊഴിലാളികളാണോ സെക്രട്ടേറിയറ്റ് സമരത്തിൽ പങ്കെടുക്കുന്നത്? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നൽകുന്ന അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന CMRL മറ്റേത് കമ്പനിയാണ് ടൈറ്റാനിയം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനി കേരളത്തിൽ? സ്വകാര്യ കമ്പനി മാത്രമല്ലല്ലോ, ആ സ്വകാര്യ കമ്പനി ഖനനം നടത്തിയിട്ടില്ലല്ലോ. എവിടെയാ കമ്പനി? അതല്ല, അവരുടെ തൊഴിലാളികളാണോ മാർച്ചിൽ പങ്കെടുക്കുന്നത്? ഒന്ന്. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, അവരുടെ തൊഴിലാളികളാണോ മാർച്ചിൽ പങ്കെടുക്കുന്നത്? ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പെരിയാർ മലിനീകരിക്കുന്നു എന്ന് നിരന്തരം ആക്ഷേപം ഉയരുന്ന ഒരു കമ്പനിയാണ് നിങ്ങൾ ഈ പറയുന്ന CMRL. ആ കമ്പനിക്ക് കേരളം മാറി മാറി ഭരിച്ച UDF LDF സർക്കാരുകൾ പരിസ്ഥിതി സംരക്ഷണത്തിലുള്ള അവാർഡുകൾ നൽകിയത് ഒരു പ്രാവശ്യമല്ല. അതിലെല്ലാ സർക്കാരുകളുമുണ്ട്. അവരെ സംരക്ഷിക്കുന്നത് എല്ലാ സർക്കാരുകളുമാണ്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമാണ്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന എല്ലാ സർവ്വകക്ഷികൾ ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത്? ആലപ്പാട് നിവാസികളുടെയോ അതോ ഈ കമ്പനികളുടെയോ? അല്ല, ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളിപ്പോൾ CMRL എന്തിനാണ് അവിടെ കൊണ്ടുവരുന്നത്? CMRL-ന് വേണ്ടിയാണ് നിങ്ങൾ സമരം ചെയ്തത്. അജണ്ട ഞങ്ങളുടേതല്ല, അജണ്ട മീഡിയ വണ്ണിൻ്റെതല്ല, അജണ്ട നിങ്ങളുടേതാണ്. നിങ്ങളാണ് അവർക്ക് വേണ്ടി സമരം ചെയ്തത് സെക്രട്ടേറിയറ്റ് മുമ്പിൽ. അല്ലല്ല, ഈ CMRL-നെതിരായിട്ട് നിങ്ങൾ ഇപ്പോൾ ഒരു ചർച്ച കൊണ്ടുവരുന്നത് എന്തിനാ? CMRL-ന് വേണ്ടി നിങ്ങൾ സമരം ചെയ്തുകൊണ്ട് ഖനനത്തിന് വേണ്ടി അവർക്ക് സ്വകാര്യ കമ്പനികൾക്ക് ഖനനം നടത്താൻ വേണ്ടി നിങ്ങൾ സമരം ചെയ്തു. അതുകൊണ്ട് നിങ്ങളുടെ അജണ്ടയാണ്. ഞങ്ങളിവിടെ അല്ലല്ല, ഞാൻ പറയുന്നതൊന്നും സാവകാശം ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ദയവേദന അപേക്ഷിക്കുകയാണ്. ഒന്ന്, ടൈറ്റാനിയം ഫാക്ടറി ഈ നമ്മുടെ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന IRE ആയാലും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായാലും അല്ലെങ്കിൽ KMML ആയാലും അതോടൊപ്പം തന്നെ ഇതെല്ലാം പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. ഈ ആലുവയിലെ CMRL അടക്കമുള്ള കമ്പനികൾ ഇതെല്ലാമായി ബന്ധപ്പെട്ട് അടക്കമുള്ള എന്ന് പറയാൻ പാടില്ല ചിത്രരഞ്ജൻ. അങ്ങനെ ഒരു സ്വകാര്യ കമ്പനിയെ കേരളത്തിലുള്ളൂ, ബാക്കിയെല്ലാം തമിഴ്നാട്ടിലാണ്. അടക്കമുള്ള കമ്പനിയല്ല CMRL എന്ന ഒറ്റ സ്വകാര്യ കമ്പനി. ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ദയവ് ചെയ്ത് ഞാൻ ചോദിച്ചോട്ടെ, ആലപ്പാട് പ്രശ്നത്തെ നിങ്ങൾ എന്തിനാണ് CMRL-ുമായി ബന്ധപ്പെടുത്തുന്നത്? CMRL-നെ പറയുമ്പോൾ നിങ്ങൾക്ക് നോവുന്നത് കൊണ്ടാണ് ഞാൻ ബന്ധപ്പെടുന്നത്. CMRL-നെ പറ്റി പറയുമ്പോൾ നിങ്ങൾ അസ്വസ്ഥനാവുന്നത് കൊണ്ടാണ് ഞാൻ അതിനെ ബന്ധപ്പെടുന്നത്. ഒരു അജണ്ടയുമില്ല, ഒരു അജണ്ടയും അക്കാര്യത്തിൽ താല്പര്യമാണോ നിങ്ങൾക്കുള്ളത്? ഞാൻ ചോദിക്കട്ടെ ജിംസേ, ഈ തമിഴ്നാട്ടിലെ മണൽ കടത്തുകാർ കൊള്ളക്കാരായിട്ട് ഇവിടുന്ന് നക്കാപ്പിച്ച കാശ് കൊടുക്കുന്നത് പോലെ അത് തടയേണ്ടത് ആരാണ്? അത് തടയേണ്ടത് ആരാണ്? അത് തടയേണ്ടതിന് പകരം തമിഴ്നാട്ടിലെ ലോബിയുടെ കള്ളമണൽ കടത്ത് തടയേണ്ടതിന് പകരം നിങ്ങൾ കേരളത്തിലുള്ള ആക്ടിവിസ്റ്റുകളെ കള്ളമണൽ കടത്തുകാരായി കുറ്റപ്പെടുത്തുന്നു. കേരളത്തിൽ ഇതിനുവേണ്ടി സമരം ചെയ്യുന്നവരെ മണൽ കടത്തുകാരാകുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇതൊരു കേന്ദ്ര പൊതുമേഖല, നമ്മൾ തമ്മിൽ എന്തിനാ തർക്കിക്കുന്നതിനകത്ത്? ഇത് നിങ്ങളിപ്പോൾ ഈ 10-72 ദിവസക്കാലം കഴിഞ്ഞപ്പോൾ ഈ സംസ്ഥാനത്ത് ഉയർന്നു വന്ന ഈ വിഷയം എങ്ങനെ വന്നെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ പരിശോധിക്കാതെ ഇവിടെ നിങ്ങളൊരു വലിയ വിവാദപരമായ ഒരു ചർച്ചയ്ക്ക് വേണ്ടി ഇത് കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ല. ശരി, ഞാൻ മടങ്ങി വരാം. ശ്രീ ചിത്രരഞ്ജൻ, CR നീലകണ്ഠൻ, ഇവിടെ KC ശ്രീകുമാർ ഉയർത്തുന്ന പ്രശ്നങ്ങൾ അദ്ദേഹം പറയുന്ന കണക്ക് ശരിയാണെങ്കിൽ വളരെ ഭീതിജനകമാണ്. പക്ഷേ ആ കണക്കുകൾ ഉന്നയിക്കുമ്പോൾ ഭീതി പരത്തി ഈ പ്രശ്നത്തെ പർവ്വതീകരിക്കാനാണ് മാധ്യമങ്ങൾ ഉൾപ്പെടെ ശ്രമിക്കുന്നത് എന്നാണ് ചിത്തരഞ്ജനെ പോലുള്ളവർ വിമർശിക്കുന്ന ഒരു കാര്യം. മന്ത്രിയും അത് പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ KC ശ്രീകുമാർ ഉന്നയിക്കുന്ന പ്രശ്നം അവിടുത്തെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്നതാണോ? താങ്കൾ ആ പ്രദേശം സന്ദർശിച്ചിട്ടുള്ള ആളാണ്, ഏതാണ്ട് ഒരു 1.5 പതിറ്റാണ്ടോളമായി ഈ പ്രശ്നത്തിൽ ഇടപെടുന്ന ആൾ കൂടിയാണ്. ഇവിടെ 2-3 കാര്യങ്ങൾ പറയണം. മന്ത്രി പറഞ്ഞതിനെക്കുറിച്ച് എനിക്കുള്ള 2-3 പ്രധാന കാര്യങ്ങൾ പറയാനുണ്ട്. 2004 സുനാമിക്ക് മുമ്പ് മുതൽ ഞാൻ അവിടെ പോയിട്ടുണ്ട്. അതിന് കാരണം സഖാവ് ചിത്തരഞ്ജനും ഞാനും അടക്കമുള്ള ആളുകൾ
ആലപ്പുഴയിലെ ആറാട്ടുപുഴ ഖനനത്തിനെതിരായി ചെങ്ങല പിടിച്ച കാലം കൂടി ആണ് എന്നോർക്കുക. ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ ഒരു കാലത്തും ഖനനം അനുവദിക്കില്ല എന്ന നിലപാടിലേക്ക് സർവകക്ഷികൾ ആലപ്പുഴ ആറാട്ടുപുഴ ചെങ്ങല പിടിച്ചത് സഖാവിന് ഓർമ്മയുണ്ടാവും, ലിജുവിന് ഓർമ്മയുണ്ടാവും, ശ്രീകുമാറിന് ഓർമ്മയുണ്ട്. ഞാനും ആ ചെങ്ങലയിൽ ഒരു കണ്ണിയാണ്. സഖാവ് എം എ ബേബി എന്ന് ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയാണ്. അതൊന്ന്. അന്ന് മുതൽ ഈ എന്താണ് ഒരു ഖനനം നടത്താൻ ഒരു സ്ഥലത്ത് ഉണ്ടാവുക എന്ന് പഠിക്കുന്നതിനാണ് ഞാൻ ആലപ്പാട് ചെല്ലുന്നത്. 2004 സുനാമി കഴിയുമ്പോൾ സുനാമി ഇത്ര ഭീതിതമാക്കിയത് ഈ ഖനനമാണ് എന്ന് ഒരു സംശയവുമില്ലാതെ അന്നും ഇന്നും എന്നും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനത് എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, ഇപ്പോൾ ഇവർ പറയുന്ന ഒരു കാര്യം, സമരം എന്താ ഇപ്പോൾ ഉണ്ടായി? ഈ സമരം ഇപ്പം ഉണ്ടായതല്ല. ഞാനവിടെ പങ്കെടുത്ത 10-20 സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, മനുഷ്യച്ചങ്ങല ഉണ്ടായിട്ടുണ്ട്. അതുപോലെ മറ്റ് ഇപ്പോൾ ശ്രീകുമാറിനൊക്കെ നന്നായിട്ട് അറിയാം ഞാനവിടെ എത്ര പ്രാവശ്യം ചെന്നിട്ടുണ്ടെന്ന്. ഇവർ വിളിച്ച സെമിനാറുകളിൽ, സമരങ്ങളിൽ അവിടെ 2014 ശ്രീ TN പ്രതാപനും അടക്കം ഞാനും അടക്കം ഒരു മനുഷ്യച്ചങ്ങല അത് എവിടെ ഉണ്ടാക്കിയെന്നറിയോ? ഈ പറഞ്ഞ പൊന്മനയിൽ ഇവിടേക്ക് വെള്ളം TS കായലിലേക്ക് വരുന്ന പൊഴി ഇത് മാർഗമുണ്ടായപ്പോൾ അവിടെ മനുഷ്യച്ചങ്ങല പിടിച്ച് ഇതാ ഒരു ദുരന്തത്തിലേക്ക് ഇത് പോകാൻ പോകുന്നു എന്ന് പറഞ്ഞ ആളാണ് ഞാൻ പറഞ്ഞത് സമരം ഇപ്പോഴുണ്ടായതല്ല. പിന്നെ സോഷ്യൽ മീഡിയ, അവിടെയാണ് പ്രശ്നം. ഇപ്പോൾ ചിത്തരഞ്ജൻ ചോദിച്ചല്ലോ എന്തുകൊണ്ടാണ് മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളില്ലാത്തെന്ന്. ഞാൻ ചിത്തരഞ്ജൻ കേരളത്തിൽ കഴിഞ്ഞ് 15-20 കൊല്ലമായി നടന്ന ഒരു 10 സമരം പറയാം. ഇതിലേത് സമരത്തിലാണ് മുഖ്യധാര രാഷ്ട്രീയ കക്ഷി അതിൻ്റെ തുടക്കത്തിലുണ്ടായത്? വിളപ്പിൽശാല പൂട്ടിച്ചത് എങ്ങനെയാണ്? പ്ലാച്ചിമട പൂട്ടിച്ചത് എങ്ങനെയാണ്? അവിടെ എവിടെയാണ് വന്നേ? എൻഡോസൾഫാൻ പോലെയുള്ള വിഷയങ്ങളിൽ എപ്പോഴായി മുഖ്യധാര വരുന്നേ? കാതിക്കുടം, ഇവിടെ ഒന്നും, ലാലൂർ, ഇവിടെ ഒന്നും മുഖ്യധാര ആദ്യം വരില്ല. മുഖ്യധാര സമരമൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് ആദ്യം സമരം, എല്ലാ സമരത്തിലും പറയൂ കേട്ടോ, ഇത് തീവ്രവാദി എന്ന് പറഞ്ഞിട്ടില്ല, മലപ്പുറം എന്നേ പറഞ്ഞിട്ടുള്ളൂ. മറ്റ് സാധാരണ അങ്ങനെയല്ല. തീവ്രവാദികൾ, ഭീകരവാദികൾ, രാജ്യദ്രോഹികൾ, മറ്റേ NGO ഫണ്ട് വാങ്ങിക്കുന്ന ആളുകൾ, ഇങ്ങനെ ഇതെല്ലാ സമരത്തിലും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ സമരമല്ല. പിന്നെ എന്തുകൊണ്ട് സോഷ്യൽ മീഡിയ? ഞാൻ മീഡിയ വൺ അടക്കം, മീഡിയ വൺ വ്യത്യസ്തമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ എന്തേ ഇവിടുത്തെ മുഖ്യധാര ഇത്ര ഗൗരവതരമായൊരു പ്രശ്നം മീഡിയ എടുത്തില്ല എന്ന ചോദ്യം ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ചോദിക്കുക. എനിക്കതിൽ പ്രതിഷേധമുണ്ട്. മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ എടുത്തില്ല, മുഖ്യധാര മാധ്യമങ്ങൾ ഇപ്പോഴല്ലേ എടുത്തേ ഇത് വന്നപ്പോൾ. അപ്പം അതുകൊണ്ട് ഒരു സമരവും സോഷ്യൽ മീഡിയ എടുത്ത സമരമല്ലത്. ശ്രീകുമാറിന് അറിയാം, ശ്രീകുമാർ എത്രയോ കൊല്ലമായിട്ട് സമരം ചെയ്യുന്നു, അതുപോലെ ചെന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇത് പുതിയൊരു സമരമല്ല. 2, മന്ത്രി പറഞ്ഞ രണ്ടാമത്തെ പ്രധാന കാര്യം കരിമണൽ കള്ളക്കടത്തിനെ കുറിച്ചാണ്. അത് അജിംഷു ചോദിച്ചു. കരിമണൽ കള്ളക്കടത്ത് നടത്തുന്നത് IRE ആണെന്ന് ഞാനിവിടെ ഇരുന്ന് പറയുന്നത് എനിക്കെതിരെ കേസെടുക്കട്ടെ. IRE വഴിയാണ് ഏറ്റവും കൂടുതൽ കരിമണൽ കള്ളക്കടത്ത് നടക്കുന്നത്. ഇത് ഞാനൊരു ഒറ്റ കാര്യം പറയാം. IRE ഇതുവരെ ഖനനം ചെയ്ത് എത്ര, IREയുടെ പ്രൊഡക്ഷൻ റേറ്റ് എത്ര എന്നൊന്ന് പബ്ലിഷ് ചെയ്താൽ മതി. സർക്കാർ പഠിക്കട്ടെ, സർക്കാർ ഒന്ന് പഠിക്കട്ടെ. എത്ര മണൽ അരിയായി ഖനനം ചെയ്തിട്ടുണ്ട്, IRE അതിൽ നിന്ന് എത്ര പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കണക്കെടുത്താൽ കൃത്യമായി നമുക്ക് കിട്ടും എന്താണ് ഇവിടെ സംഭവിക്കുന്നത്. കാരണം വൈകുണ്ഠരാജൻ, PP ചിത്തരഞ്ജന് പറയാൻ മടിയുണ്ടാവും, എനിക്കൊരു മടിയില്ല. വൈകുണ്ഠരാജന് മണലെത്തിക്കുന്നത് ഈ വഴിയെ ആളുകൾ ഈ മറ്റേ ചാക്കിലാക്കി 500 രൂപയ്ക്ക് വിറ്റിട്ടല്ല, ലക്ഷക്കണക്കിന് ടൺ മണൽ വൈകുണ്ഠരാജന് എത്തുന്നുണ്ട്. ഞാൻ പറയുന്നു വൈകുണ്ഠരാജന് എത്തുന്നുണ്ട്, CMRL എത്തിക്കുന്നുണ്ട്. CMRL പറയുമ്പോൾ ഇവർക്കൊക്കെ പൊള്ളും, അതിനെനിക്കറിയാം. കക്ഷി രാഷ്ട്രീയ ജാതി മത ഗ്രൂപ്പ് ഇല്ലാതെ എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും വളരെ പ്രിയപ്പെട്ടതാണ് CMRL. അത് നമുക്കറിയാം, ഇപ്പോഴൊന്നുമല്ല, ഒരുപാട് കാലമായി. അതിൻ്റെ മലിനീകരണത്തിനെതിരായി ഇവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതിൽ ശ്രീകുമാർ പറഞ്ഞ വിഷയം, അതിനെ അഭിസംബോധന ചെയ്യാൻ, അത് സുനാമിയിൽ ഭൂമി പോയതാണ് എന്ന അർത്ഥത്തിൽ മന്ത്രി പറയുമ്പോൾ, അത് 1994 കേരള നിയമസഭ 7200 ഹെക്ടർ സ്ഥലം, എൻ്റെ ഓർമ്മ തെറ്റാണെങ്കിൽ കറക്റ്റ് ചെയ്യാം അതിൻ്റെ ഫിഗർ, അവിടെ ഭൂമിയില്ല, അതിന് നികുതി അടയ്ക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. 2, മന്ത്രിയുടെ മുമ്പിൽ നമ്മുടെ നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റിയുടെ ഒരു റിപ്പോർട്ട് ഇരിക്കുന്നുണ്ടല്ലോ, ഒന്നെടുത്ത് വായിച്ചു നോക്കണം. അത് വായിച്ചു നോക്കിയിട്ടുണ്ട്. നിയമസഭയുടെ കമ്മിറ്റി പറഞ്ഞതിനേക്കാൾ ആരോ പറയുന്നത് കേട്ട് ബഹുമാന്യനായൊരു മന്ത്രി, അത് ഈ മന്ത്രിസഭയിലെ 2ാം സ്ഥാനക്കാരൻ, ഇങ്ങനെ പറയുമ്പോൾ ഇവിടുന്ന് കരിമണൽ പോകുന്നു, അത് മലപ്പുറത്തുകാർ കൊണ്ടുപോകുന്നു, കോഴിക്കോട്ടുകാർ കൊണ്ടുപോകുന്നു, അങ്ങനെയൊന്നും പറഞ്ഞാൽ പോരാ. കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായി എത്ര വർഷം ഇവിടെ CPM അടക്കം ഭരിച്ചിട്ടുണ്ട്. അവർ ആഭ്യന്തരമന്ത്രിയായിട്ടിരുന്നിട്ടുണ്ട്, കോൺഗ്രസ് ഭരിച്ചിട്ടുണ്ട്, അവർ ആഭ്യന്തരം കൈകാര്യം ചെയ്തിട്ടുണ്ട്. എത്ര കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ചിത്തരഞ്ജൻ? ഈ മന്ത്രിയോട് ചോദിക്കുക. ഇവിടെ നിന്ന് ഇത്ര ലക്ഷക്കണക്കിന് ടൺ കരിമണൽ കൊണ്ടുപോയിട്ട് ഈ പ്രസംഗിക്കല്ലാതെ
ഇതേ വാദം തന്നെയാണ് നിങ്ങൾ നേരത്തെ കാണിച്ച ദൃശ്യം നോക്കൂ. കരിമണൽ കടത്തിനെതിരായി സ്വകാര്യ മേഖലയിലെ കരിമണൽ ഖനനം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് ഇതേ ആളുകൾ തന്നെ അവിടെ സമരം ചെയ്തത്. ഇതേ ആളുകൾ തന്നെയാണ് ഇതിൻ്റെ ഒക്കെ പിന്നിലുള്ള. പിന്നെ എങ്ങനെയാ സർവകക്ഷി ഞങ്ങളുടെ കൂടെ വരിക? സർവകക്ഷി വരില്ല. ശരി, ഭൂമി കഴിഞ്ഞാലും വരില്ല. ഭൂമി മുഴുവൻ തീർന്നാലും ഒരു കക്ഷി അവിടെ വരില്ല. എം ലിജു, ശരി, താങ്കൾ ആലപ്പുഴ ജില്ലക്കാരനാണല്ലോ. ഇവിടെ പി ചിത്തരഞ്ജൻ ഉന്നയിക്കുന്ന ഒരു പ്രധാന വാദം, ഈ പറയുന്ന ആലപ്പാട് പഞ്ചായത്തിൽ ആ 16.5 കിലോമീറ്റർ, ആ കിലോമീറ്റർ നീളത്തിൽ 16 കിലോമീറ്ററിലും കടൽ ഭിത്തിയുണ്ട്. 1/2 കിലോമീറ്ററിലേ ഇല്ലാത്തതുള്ളൂ. അവിടെ ഖനനം നടക്കുമ്പോൾ അത് ജനജീവിതത്തെ ബാധിക്കുന്നുണ്ട്. കടൽ ഭിത്തി ഉള്ളതുകൊണ്ട് കടലാക്രമണം ഉണ്ടാകില്ല, ഭൂമി നഷ്ടപ്പെടില്ല എന്നാണ്. സുനാമിയിൽ ഏറ്റവും രൂക്ഷമായ പ്രത്യാഘാതം അനുഭവിച്ചവരാണ് ആ പ്രദേശത്തുകാർ എന്ന് താങ്കൾക്കറിയാമല്ലോ. കടൽ ഭിത്തി കൊണ്ട് തടുക്കാനാവുന്നതാണോ ഖനനം മൂലം ആലപ്പാട് നേരിടുന്ന ദുരന്തം? ആലപ്പാട് കൊല്ലം ജില്ലയിലാണ്. ആലപ്പാടിനോട് ചേർന്ന് കിടക്കുന്ന ആറാട്ടുപുഴ, തൃക്കുന്നപ്പുഴ പഞ്ചായത്തുകൾ, ഞാൻ എൻ്റെ നിയോജകമണ്ഡലമായ ഹരിപ്പാട് ഉൾപ്പെടുന്നതാണ്. ആലപ്പുഴ ജില്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീരമേഖലയാണ്. ഈ കരിമണൽ വിരുദ്ധ പ്രക്ഷോഭം നടന്ന മേഖല തൃക്കുന്നപ്പുഴ, ആറാട്ടുപുഴ മേഖലകളിൽ കഴിഞ്ഞ കുറേ കാലമായി കരിമണൽ വിരുദ്ധ പ്രക്ഷോഭം നടക്കുകയാണ്, ഖനന വിരുദ്ധ പ്രക്ഷോഭം. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത പ്രദേശമാണ് ആലപ്പാട്. സ്വാഭാവികമായി ഇപ്പുറത്ത് നടന്ന പ്രക്ഷോഭങ്ങൾ നടക്കുമ്പോഴൊക്കെ തന്നെ ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട ആഘാതങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ആളുകൾ പോയി കണ്ട് മനസ്സിലാക്കുന്നത് ഈ ആലപ്പാട് മേഖലയാണ്. നമുക്കവിടെ ചെന്നാൽ മനസ്സിലാക്കാൻ സാധിക്കും ആലപ്പാട് എന്ന് പറയുന്ന ഗ്രാമത്തെ എത്രമാത്രം ഭീകരമായി ഈ ഖനനം ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ജനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമരം അവരുടെ നിലനിൽപ്പിനും അവരുടെ ഗ്രാമത്തിൻ്റെ നിലനിൽപ്പിനും വേണ്ടി നടത്തുന്ന ഒരു അന്തിമ പോരാട്ടമാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ കടൽ ഭിത്തി കൊണ്ട് മാത്രം ഈ കരിമണൽ മണൽ ഖനനം നടത്തുന്നതിൻ്റെ ആഘാതങ്ങൾ തടയാൻ സാധിക്കും എന്ന് പറയുന്നത് ആലപ്പാട് പ്രദേശത്ത് നേരിട്ട് പോയി കാണുന്ന ഓരോരുത്തർക്കും അത് ഒരു തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ അത് മാത്രമല്ല, ഈ IREയുമായി ബന്ധപ്പെട്ട്, അതായത് ആലപ്പാടിൻ്റെ ഖനന മേഖലയിൽ IRE നടത്തുന്ന ഖനനം ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് വളരെ മുമ്പ് തന്നെ ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയ സമയത്ത് 2013 യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ ഇവിടെ ഈ സമരം നേതൃത്വം നടത്തുന്ന പല ചെറുപ്പക്കാരും ഉൾപ്പെടെ അന്ന് അവിടെ പ്രക്ഷോഭം നടത്തിയതാണ്. 2014 ബഹുമാന്യനായ അന്ന് ശ്രീ KC വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ അന്ന് സംസ്ഥാന സർക്കാരും IREയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു ചർച്ചയിൽ ഇവരുടെ ഈ ഈ പ്രദേശം മണലെടുക്കുന്നതിന് ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ വേണ്ടി ആ പ്രദേശത്ത് 5 പ്രദേശങ്ങളിൽ പുലിമുട്ടോട് കൂടിയ കടൽഭിത്തി നിർമ്മിക്കാനുള്ളൊരു തീരുമാനമെടുത്തു. 2014 കാര്യമാണ്. അപ്പോൾ IRE എന്ന് പറഞ്ഞത് 5 പോയിന്റുകളിൽ വളരെ കടലിലേക്ക് നീട്ടി പുലിമുട്ടിട്ടുകൊണ്ട് കടൽഭിത്തി നിർമ്മിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും മണ്ണടിഞ്ഞ് ഈ തീരപ്രദേശത്തുണ്ടായ നഷ്ടം പരിഹരിക്കുമെന്നാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടൊരു ചെറുവിരൽ പോലും അനക്കപ്പെട്ടില്ല. ആകെ ചെയ്തത് വെള്ളനാതുരുത്ത് പറഞ്ഞാൽ ഈ ഖനന മേഖലയിൽ ഒരു പുലിമുട്ട് നിർമ്മാണത്തിൻ്റെ നടപടികൾ ആരംഭിച്ചു. അപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പുലിമുട്ടോട് കൂടിയ കടൽഭിത്തി നിർമ്മിക്കാത്ത ഇവരുടെ നിലപാടിൽ പ്രതിഷേധിച്ച് ആലപ്പുഴയുടെ MP ശ്രീ KC വേണുഗോപാൽ അന്ന് ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. കാരണം അവിടെ മാത്രം പുലിമുട്ടിട്ടുണ്ട്, ഒന്നും നടക്കില്ല. അപ്പോൾ അതിലൂടെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, അവിടെ ഈ കടൽഭിത്തി നിർമ്മാണത്തിന് വേണ്ടി കഴിഞ്ഞ കുറേ കാലമായി ഒരു നടപടിയും സ്വീകരിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഇട്ടാൽ പരിഹാരമാകുമെന്ന് പറയുന്ന ആളുകൾ ആരും തന്നെ ആ കാര്യത്തിൽ ഒരു ചെറുവിലും അനക്കിയിട്ടില്ല. 2, കടൽഭിത്തി ഉള്ള പ്രദേശങ്ങളിലും കടലാക്രമണത്തെ തടഞ്ഞു നിർത്താൻ, അല്ലെങ്കിൽ ഈ മണലെടുത്ത് മാറ്റുന്നത് മൂലം ഉണ്ടാകുന്ന കരയിടിയലിനെ തടഞ്ഞു നിർത്താൻ കടൽഭിത്തി നിർമ്മാണത്തിന് സാധിച്ചിട്ടില്ല. കടൽഭിത്തി കൂടി അങ്ങ് പോകുന്നൊരു സാഹചര്യമാണ്. പിന്നെ കടൽഭിത്തി കൊണ്ടുണ്ടാകും എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. മൂന്നാമത്തെ കാര്യം, ഈ കടൽഭിത്തി നിർമ്മാണം ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം കടൽഭിത്തി നിർമ്മാണം തന്നെ അശാസ്ത്രീയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മണൽച്ചാക്കെടുക്കലും മറ്റ് പരിപാടികളുമായി നടക്കുകയാണ്. ഇതിലൂടെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വിഷയം, അല്ലെങ്കിൽ ഇതിലെത്തേണ്ട ഒരു കൺക്ലൂഷൻ, ഒന്ന്, ആലപ്പാട് ഗ്രാമത്തെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ വളരെ ശക്തമായ നടപടികൾ ആവശ്യമാണ്. ഖനനം നിർത്തിവെച്ചുകൊണ്ട് തന്നെ ആ പ്രദേശത്തെ സംരക്ഷിക്കും. ഇതുവരെ നടത്തിയ പഠനങ്ങൾ, ഇതുവരെ ഉണ്ടായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ, നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റിയുടെ റിപ്പോർട്ട്, മറ്റു പഠനങ്ങൾ, ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ഗ്രാമം ഇല്ലാതെയാകും. അപ്പോൾ അതുകൊണ്ട് വളരെ ശക്തമായ നടപടികളും ഇടപെടലുകളുമാണ് അവിടെ വേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഈ ഖനനം നടന്നതുകൊണ്ട് നഷ്ടമുണ്ടായ ഈ പ്രദേശങ്ങൾ, അതിനാൽ KMMLും IREയും ഈ പ്രദേശത്ത് ഖനനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ പ്രയോജനം ഈ പ്രദേശത്തുകാർക്കുണ്ടായിട്ടുള്ളൂ. അതുമാത്രമല്ല, ഈ IREയുടെയും KMMLിൻ്റെയും ഖനനത്തെ സംബന്ധിച്ച് കൃത്യമായ ഒരു ഓഡിറ്റ് നടക്കേണ്ടതുണ്ട്.
ഇവർ ഈ കരിമണൽ വേർതിരിച്ച് എങ്ങോട്ടാണ് കൊടുക്കുന്നത്? ഇതിൻ്റെ ആത്യന്തികമായ പ്രയോജനം ആർക്കാണ് ലഭിക്കുന്നത്? സ്വകാര്യ കരിമണൽ മുതലാളിമാർക്ക് ഇത് കിട്ടുമ്പോൾ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ യഥാർത്ഥത്തിലൊരു കമ്മീഷൻ ഏജൻറ്റിൻ്റെ പണിക്കപ്പുറത്ത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലോ മറ്റു കാര്യത്തിലോ ഫലപ്രദമായ ഒരു ഇടപെടൽ ഇതുവരെ നടത്തിയിട്ടുണ്ടോ? ഇപ്പോഴെന്താണ് സ്ഥിതി? ഇത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ ആവശ്യമാണ്. യഥാർത്ഥ ആ നാട് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ശരി ലിജു, ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം ഈ കരിമണൽ കടത്ത് അവിടെ നടക്കുന്നുണ്ട്. തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള ലോബി ഈ പറയുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഖനനം ചെയ്തു കൂടാതെ നിയമവിരുദ്ധമായ മാർഗങ്ങളിൽ അവിടെ നിന്ന് മണൽ കടത്തുന്നുണ്ട് എന്നൊരു ആരോപണം ശക്തമായി ഉന്നയിക്കുന്നുണ്ട് പി ചിത്തരഞ്ജൻ. എന്തായാലും അത്തരമൊരു മണൽക്കടത്ത് ആ പ്രദേശവാസികൾ അറിയാതെ നടക്കില്ല എന്ന് ഉറപ്പാണ്. എന്താണ് ആലപ്പാട് നിവാസികൾക്ക് അത്തരം മണൽക്കടത്തുണ്ടെങ്കിൽ അതിലുള്ള പങ്ക്? ശ്രീ കെ സി ശ്രീകുമാർ. ആലപ്പാട് പ്രദേശത്തെ ജനങ്ങളറിയാതെ മണൽ കടത്താൻ പറ്റില്ല. അവിടെ അത്തരത്തിലൊരു ചടങ്ങ് നടക്കുന്നില്ല. 1992 UDF ഗവൺമെൻറ് കായംകുളം പുഴയിൽ നിന്ന് മണൽ കടത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടി ഒരു ഉത്തരവ് കൊടുത്തിരുന്നു. അത് അയ്യാറിലേക്കും KMMLലേക്കും കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഈ ഉത്തരവ്. അന്ന് സ്വാഭാവികമായി പ്രതിപക്ഷത്തിരിക്കുന്നവർ അതിനെ വിമർശിച്ചിരുന്നു. 97 വന്ന LDF ഗവൺമെൻറ് അത് 5 വർഷത്തേക്കൂടെ പുതുക്കി കൊടുത്തു വീണ്ടും. അങ്ങനെ ആ 10 വർഷമായിട്ട് കായംകുളം പുഴയിൽ നിന്ന് മണൽ എങ്ങോട്ടോ കടത്തിക്കൊണ്ടുപോയി. ഒരു ഗവേണിങ്ങും ഇല്ലാതെ ഇത് കടത്തിക്കൊണ്ടുപോയതിൻ്റെ ഫലമായിട്ട് രുദ്രൻ തുരുത്ത് എന്ന് പറയുന്ന ഒരു തുരുത്ത് കായംകുളം പുഴയുടെ മധ്യത്തിലുണ്ടായിരുന്നു. ആ തുരുത്ത് പൂർണ്ണമായിട്ട് ഇല്ലാതായി. എതിർക്കാൻ ചെന്ന വസ്തു ഉടമ അടക്കമുള്ളവരെ ഈ മണ്ണ് തൊഴിലാളികളുടെ സംഘടന അടക്കം ഇടപെട്ട് അവരെ അടിച്ചോടിക്കുകയാണ് ചെയ്തത്, വസ്തുവിൻ്റെ ഉടമകളെ. അതാണ് അവിടെ നടന്നത്. പിന്നെ ഇതിനെല്ലാം ഉപരിയായിട്ട് ഇത്തരമൊരു ചർച്ച, ഇത്രയും ഗൗരവമേറിയൊരു വിഷയത്തിൻ്റെ ചർച്ച നടക്കുമ്പോൾ അതിൻ്റെ ഗൗരവം കളഞ്ഞുകൊണ്ട് വരുന്ന അത്തരത്തിലുള്ള ചർച്ചകൾ സത്യത്തിൽ ഞങ്ങൾക്ക് ആ പ്രദേശത്ത് ജീവിക്കുന്നവരെന്നുള്ള നിലയിൽ ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം ഇപ്പോൾ പുത്തൻതുറയിലെ കാര്യം പറഞ്ഞു. പുത്തൻതുറയിൽ വീട് വെച്ച് നൽകിയെന്നാണ് ശ്രീമാൻ ചിത്തരഞ്ജൻ പറഞ്ഞത്. എത്രയോ കഷ്ടമാണ് മിസ്റ്റർ നിങ്ങളീ പറയുന്നത്. കാരണം ആ തീരദേശത്തെ മനുഷ്യർ, മത്സ്യത്തൊഴിലാളികൾ ഇത് കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. അവിടുത്തെ എത്രയോ മനുഷ്യർ അവിടെ തിരിച്ചു വരാത്തവരായിട്ട് പോയി. അവിടെ നിന്ന് ഭൂമി കൊടുത്തിട്ട് പോയവർ അവസാനം അവർക്ക് വീട് വയ്ക്കാൻ മാർഗമില്ലാതെ ഭൂമി കാശുള്ളവർക്ക് അവർ വിറ്റു. കാശുണ്ടായിരുന്നവരാ വീട് വെച്ചു അവിടെ. അതിൻ്റെ പടമെടുത്തിട്ട് ഇത് കോടീശ്വരൻ കോളനിയാണെന്ന് പറയുമ്പോൾ എത്ര പേര് സാമ്പത്തിക പ്രതിസന്ധി കാരണം അവിടെ ആത്മഹത്യ ചെയ്ത് നിങ്ങൾ തിരക്കിയിട്ടുണ്ടോ? അതിന് ശേഷം എത്ര പേർക്ക് കമ്പനി അവിടെ തൊഴിൽ കൊടുത്തു? അവിടെ എന്ത് അടിസ്ഥാന സൗകര്യമാണ് ചെയ്തു കൊടുത്തത്? കാശുള്ളവർ അല്ലെങ്കിൽ മണലാരണ്യത്തിൽ പോയി പണിയെടുത്തിട്ടുള്ളവർ നല്ല വീടുകൾ വെച്ചു, അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളി അവൻ്റെ അധ്വാനത്തിൻ്റെ ഭാഗമായിട്ട് നല്ല വീടുകൾ വെച്ചു. അതിന് അയ്യാറി അവിടെ കോടീശ്വരൻ കോളനി ഉണ്ടാക്കി എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. കഴിഞ്ഞ 65 മുതൽ അയ്യാറിൽ നടത്തിയ ഖനനത്തിൻ്റെ വേസ്റ്റ് മണൽ അയ്യാറുടെ ഈ ഉദ്യോഗസ്ഥന്മാരെന്താണ് ചെയ്തത്? നമ്മുടെ രാഷ്ട്രം എന്താണ് ചെയ്തത്? എവിടെയാണ് ഇത് കാണിച്ചിരിക്കുന്നത്? ഈ മണൽ എല്ലാവരും റീഫില്ല് ചെയ്ത് കൊടുക്കാം, ശാസ്ത്രീയ ഖനനം നടത്താം എന്നൊക്കെയാണ് പറയുന്നത്. വാദഗതികളൊന്നും തന്നെ നിലനിൽക്കുന്നില്ല ഇത്തരം കാര്യങ്ങൾ. കാരണം ആലപ്പാട് പഞ്ചായത്തിൻ്റെ തീരത്ത് ഇന്ന് കാണുന്ന കടൽഭിത്തിയുടെ കിഴക്ക് ഭാഗത്ത് 7 മീറ്റർ 10 മീറ്റർ വീതിയിൽ വലിയ ഗർത്തങ്ങൾ രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. ഈ മണൽ അയ്യാറി ഖനനം ചെയ്യുന്ന മേഖലയിലേക്ക് ഒഴുകിപ്പോയതാണ്. അതുപോലെ തന്നെ ഇന്ന് കാണുന്ന സീവാളിന് പടിഞ്ഞാറ് വശം വേറെ 2-3 സീവാളുകളൊക്കെ ഇങ്ങനെ മൺമറഞ്ഞു കടലിലേക്ക് മറഞ്ഞു പോയതുണ്ട്. ഇതൊക്കെ എന്ത് മനസ്സിലാക്കിക്കൊണ്ടാണ് സംസാരിക്കുന്നത് എനിക്കറിയില്ല. ആ പ്രദേശത്ത് വന്നിട്ടുണ്ടെന്നോടെ മനസ്സിലാക്കി. എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയത്? ആ പ്രദേശത്തെ ജനങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ഒരു കാര്യം അറിയാമേ എന്നൊരു ആലപ്പാടിനെക്കുറിച്ച് പറയുക. ആരാണ് ഈ ആലപ്പാടിനെക്കുറിച്ച് ഇത്രയും കൂടുതൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ? നിങ്ങളെ വല്ലതും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു, മന്ത്രിയെയും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ ആലപ്പാട്ടിലെ ജനതയും ഈ പുത്തൻതുറയിലെ ജനങ്ങളും ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അയ്യാറി അവിടെ സ്വർഗം നൽകിയെന്നോ? എന്താണ് ഈ പറയുന്നത്? ഇതിനെല്ലാം ഉപരിയായിട്ടൊരു കാര്യം, അവിടെ കുറച്ച് പേര് വീട് കൊടുക്കാനും പിന്നെ ഭൂമി വിട്ടുകൊടുക്കാനും തയ്യാറാണെങ്കിൽ പോലും ആ ഭൂമിയിൽ ഇങ്ങനെ ഖനനം ചെയ്യാമോ? ഈ രാജ്യത്ത് ഏതെല്ലാം നിയമങ്ങളാണ് ലംഘിച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാം. കണ്ണൂർ സ്വദേശിയായ മന്ത്രി ആലപ്പാടിനെ കുറിച്ച് ആധികാരികമായി പറയുന്നു അവിടെ ഒരു പ്രശ്നവുമില്ല, കടൽ ഭിത്തിയുള്ളതുകൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടാകില്ല എന്ന്. അതേസമയം കൊല്ലം ജില്ലക്കാരനായ KC ശ്രീകുമാറും കായംകുളംകാരനായ M ലിജുവും പറയുന്നു അതുകൊണ്ടൊരു കാര്യവുമില്ല എന്ന്. പക്ഷേ ഇതേക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ മനസ്സിലാക്കാൻ സർക്കാരിൻ്റെ കയ്യിൽ
മാർഗമുണ്ട്, റിപ്പോർട്ടുകൾ, പഠന റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ അതൊന്നും വ്യവസായ മന്ത്രിക്ക് വായിച്ചു നോക്കേണ്ട കാര്യമില്ല. PP ചിത്തരഞ്ജൻ അതേക്കുറിച്ച് ശ്രദ്ധിക്കുന്നുമില്ല. പക്ഷേ PP ചിത്തരഞ്ജനും സർക്കാരിനും സർവ്വകക്ഷികൾക്കും അറിയാവുന്നത് CMRL-ൽ എത്ര തൊഴിലാളികളുണ്ട് എന്ന കൃത്യമായ കണക്ക് നിങ്ങൾക്കറിയാം. പക്ഷേ ആലപ്പാട് പഞ്ചായത്തിൽ എത്ര ജനസംഖ്യയുണ്ട്, അവരുടെ ജീവിതം ഇനി എന്താവും എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കറിയില്ല. അതാണ് ഈ ചർച്ചയിൽ നിന്ന് വ്യക്തമാവുന്നത്. നിങ്ങളുടെ വീക്ഷണമാണ് നിങ്ങൾ പറഞ്ഞത്, നിങ്ങളുടെ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ തീരദേശത്ത് താമസിക്കുന്ന ഒരു മത്സ്യത്തൊഴിലാളിയുടെ മകനാണ്. അദ്ദേഹത്തിന് ചിലപ്പോൾ ശ്രീകുമാറിന് അറിഞ്ഞുകൂടായിരിക്കും. അദ്ദേഹം ഞാൻ ഏതാണ്ട് വയനാട്ടിൽ നിന്ന് വന്ന ഒരാളെ പോലെ വർത്തമാനം പറയുന്നത്. അതെ അതെ, നിങ്ങളത് മനസ്സിലാക്കൂ. അല്ലല്ല, നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ കയറിയില്ലല്ലോ. അല്ലല്ല, നിങ്ങൾ അങ്ങനെ സംസാരിക്കാതാ. നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ. നിങ്ങൾ ഇപ്പോൾ ഈ 70 ദിവസക്കാലം കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ അല്ലല്ല, ഞാൻ വളരെ വ്യക്തമായി നമുക്കൊരു സംവാദം വെക്കാം. ഞാൻ മിസ്റ്റർ ശ്രീകുമാർ നമുക്കൊരു സംവാദം വെക്കാം. അല്ല, നമുക്ക് ആലപ്പാട് സ്ഥലത്ത് തന്നെ ഒരു സംവാദം വെക്കാം. എനിക്കൊരു തർക്കമില്ല. അല്ല, ഞങ്ങൾ വളരെ കൃത്യമായി നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ വല്ലതിനും ഇടപെട്ടു. എനിക്കറിയാമായിട്ടല്ലല്ലോ ഇടപെടാതിരുന്നത്. നിങ്ങൾ പറയല്ലേ നിങ്ങൾ വേറെ ആരുടെ ഏജന്റിന്റെ മേലെ സംസാരിക്കുകയാണ്. ഈ തർക്കം ഇങ്ങനെ പോയിട്ട് കാര്യമില്ല. ചിത്രരഞ്ജൻ ഒറ്റ കാര്യം, സംവാദത്തിന് തയ്യാറാണെങ്കിൽ എന്തുകൊണ്ടാണ് സർക്കാർ ഈ ഖനനം താൽക്കാലികമായി നിർത്തിവെച്ച് ഇവരെ കേൾക്കാൻ തയ്യാറാവാത്തത്? സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പൊതുമേഖലയിൽ നടക്കുന്ന ഖനനം, ആ ഖനനം ഒഴിവാക്കാൻ കഴിയില്ല എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു. അപ്പോൾ തന്നെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള ഏത് വിഷയമുണ്ടെങ്കിലും അത് പരിഹരിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കും. ശാസ്ത്രീയമായ ഖനനം, അതാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. സീവാഷ് അടക്കമുള്ളവ ഒഴിവാക്കണം, കര സംരക്ഷിക്കണം, ജനങ്ങൾക്ക് ഇത് കൊടുക്കുന്ന നഷ്ടപരിഹാരത്തുക വർദ്ധിപ്പിക്കണമെങ്കിൽ അത് ചെയ്യണം. ഈ കാര്യത്തിലൊന്നും ഈ ഗവൺമെൻറ് തർക്കമില്ല, CPM-ന് തർക്കമില്ല. പക്ഷേ ഇവിടെ ഈ ഖനനമേ വേണ്ട എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ നഷ്ടം വരുത്തുക എന്നുള്ളത് മാത്രമല്ല, ഈ ധാതുസമ്പത്തിനെ ദുർവിനിയോഗം ചെയ്യുവാൻ. ഇവിടെ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞില്ല അവിടുന്ന് ആരും മണ്ണൽ വാരിക്കൊണ്ട് പോകുന്നതെന്ന് പറഞ്ഞില്ല. പക്ഷേ എനിക്കും ലിജുവിനും ബഹുമാനപ്പെട്ട CR നീലകണ്ഠനും ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാർ എല്ലാവർക്കും അറിയുന്നൊരു വസ്തുതയുണ്ട്. നമ്മുടെ തീരദേശത്ത് പല സ്ഥലങ്ങളിൽ നിന്നും അതിൽ ചിലപ്പോൾ പോലീസിൻ്റെ സഹായം പ്രാദേശികമായിട്ട് ചിലപ്പോൾ എവിടെയെങ്കിലും കിട്ടുമായിരിക്കാം, എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഈ മണൽ കടത്തുണ്ട് എന്നുള്ള കാര്യത്തിനകത്ത് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞാൽ അത് അടിസ്ഥാനരഹിതമാണ്. അത് കടത്തുന്നത് IRE വഴിയാണെന്നാണ് പ്രധാന ആക്ഷേപം. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എത്ര മണൽ എടുക്കുന്നു, അവരെത്ര ഉൽപ്പാദിപ്പിക്കുന്നു, CMRL എത്ര അസംസ്കൃത വസ്തുക്കൾ നൽകുന്നു, ഇതൊന്നും കണക്കില്ല. ഇത് ഓഡിറ്റ് ചെയ്യപ്പെടുന്നില്ല. ശ്രീ ചിത്തരഞ്ജൻ, ഇത് കൃത്യമായി ഓഡിറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. എന്ന് പറഞ്ഞ 2 പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. ആ പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളുടെ മാത്രമല്ല പ്രശ്നം. ഈ വ്യവസായവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് നമ്മുടെ നാടിന് ലഭിക്കുന്ന ആ വരുമാനത്തെ സംബന്ധിച്ച്, അവിടെ തൊഴിലവസരങ്ങളെ സംബന്ധിച്ച് ഇതിനെല്ലാം നമുക്ക് പാഴാക്കി കളയുന്ന നിലയിലേക്കുള്ള അശാസ്ത്രീയമായ തീരുമാനമെടുക്കാവോ? ഇവിടെ ഖനനം ശാസ്ത്രീയമായി നടക്കണം. അതിനകത്ത് ഞങ്ങൾ ആദ്യം മുതൽ പറയുന്നുണ്ടല്ലോ സീവാഷ്. ഇവിടെ ചിത്തരഞ്ജൻ പറയുന്നത് 25,000 ജനസംഖ്യയുണ്ട് ആലപ്പാട് പഞ്ചായത്തിൽ, 25,000 ജനസംഖ്യയുണ്ട്. ഈ കരിമണലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തൊഴിലാളികളുടെ ഉപജീവനം സർക്കാരിന്റെ കൺസേൺ ആണെന്ന് പറയുന്നു. ഇതിനെ എങ്ങനെയാണ് താരതമ്യം ചെയ്തുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുക? ഇവിടെ ഇപ്പോൾ ഈ വിഷയം ഉയർന്നു വന്നപ്പോഴൊക്കെ തന്നെ സർക്കാരിൻ്റെ ഭാഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ പറയുന്നൊരു വാദഗതിയാണ്, നമുക്കിത് ശാസ്ത്രീയമായി ഇതിനെ നടത്തണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10-40 വർഷക്കാലമായി ഈ ഒരു കാര്യം നടക്കുന്നില്ല എന്നുള്ള കാര്യം ഇവരെല്ലാം തന്നെ അഡ്മിറ്റ് ചെയ്യുകയാണ്. കഴിഞ്ഞ 40 വർഷക്കാലമായി അവിടുത്തെ ജനത അത് അനുഭവിക്കുന്നു. ഇതുവരെ ശാസ്ത്രീയ ഖനനം നടന്നു എന്നുള്ള അഭിപ്രായം നടത്തുന്നവർക്കോ അല്ലെങ്കിൽ ഇപ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യുന്നവർക്കോ ഇല്ല. അവർ ഇനി ആലോചിക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വാദഗതിയുടെ പൊള്ളത്തരമാണ് അത് വ്യക്തമാകുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്താ?
ഒരു നാടിനെ സംബന്ധിച്ച് അവർ പുറത്തുവിടുന്ന കണക്കുകളുണ്ട്. നമുക്കറിയാം, അവർ വ്യക്തമായി പറയുന്നത് ഇനി ആകെ അവശേഷിക്കുന്ന 89 ചതുരശ്ര കിലോമീറ്റർ ഉണ്ടായിരുന്ന ഒരു പ്രദേശത്തിൽ ഇനി 7.5 കിലോമീറ്ററാണ് കാലപ്പാടിനെ സംബന്ധിച്ച് കര അവശേഷിക്കുന്നത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട അവിടുത്തെ നാട്ടുകാരുടെ സമരസമിതി പറയുന്നത്. ബാക്കി 81.5 ചതുരശ്ര കിലോമീറ്റർ സ്ഥലവും നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാദഗതി. അപ്പോൾ അത് സത്യമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ശരി, ഈ ഗ്രാമത്തിൽ ഇനി സമയക്കുറവുണ്ട്. ശ്രീ CR നീലകണ്ഠൻ, അവസാനമായി വളരെ ചുരുക്കിയ ഒരു കാര്യം കൂടി. ഈ പറയുന്ന ഖനനം ഒരിക്കൽ നിർത്തിവെച്ചാൽ പിന്നീട് ലിജു സമയക്കുറവുണ്ട്, അതുകൊണ്ടാണ്. CR നീലകണ്ഠൻ, ഖനനം ഒരിക്കൽ നിർത്തിവെച്ചാൽ അത് പ്രശ്നമാണ് എന്നാണ് മന്ത്രി പറയുന്നത്. എന്തുകൊണ്ടാകാം? വളരെ ചുരുക്കി. അത് നിർത്തിവെച്ച് കഴിഞ്ഞാൽ പിന്നെ തുടങ്ങണമെങ്കിൽ ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കും. ഇതിനെപ്പറ്റി പഠനം നടത്തി പുറത്തു വന്നാൽ അതാണ് സംഭവിക്കാൻ പോകുന്നത്. പഠനം ഇവർ നടത്താമെന്ന് പറയും. പഠനം നടത്തി റിപ്പോർട്ട് വന്നാൽ നിയമസഭയുടെ റിപ്പോർട്ട് പരിശോധിക്കാത്തവർക്കാണോ ഇനി സ്പെഷ്യൽ റിപ്പോർട്ട് വരാൻ പോണേ? അപ്പോൾ എന്ത് പറ്റും? ഈ പഠനം ഇങ്ങനെ നീണ്ടുപോകും. ഈ ശാസ്ത്രീയമാക്കാം എന്ന് പറയും. കരയില്ലാതാവും. കുറച്ച് കഴിഞ്ഞാൽ സമരം ചെയ്യാൻ അവിടെ ഈ ആലപ്പാട് ആരും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഇവർക്ക് പിന്നെ സമരം ഒരു വിരോധം ഉണ്ടാവില്ല. ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് ഭരണകൂടം തന്നെയാണ്. വളരെയധികം നന്ദി CR നീലകണ്ഠൻ, M. ലിജു, PP ചിത്തരഞ്ജൻ, KC ശ്രീകുമാർ ചർച്ചയിൽ പങ്കെടുത്തതിന് പ്രതികരിച്ചതിന്.